ഗണിതമതിമധുരമാം രസഗുളികയാക്കുവാൻ ഗുരുവരം തേടുന്ന പ്രിയ സോദരേ. ഗണിതമതിമധുരമാം രസഗുളികയാക്കുവാൻ ഗുരുവരം തേടുന്ന പ്രിയ സോദരേ. ഗുണനഹരണങ്ങളെ ഹൃദയത്തിലേറ്റുവാൻ പ്രഥമഗണനീയമീ വിദ്യാലയം, പ്രഥമഗണനീയമീ വിദ്യാലയം. ഇരുളിന്റെ മറ നീക്കി അറിവിന്റെ കിരണത്താൽ ഇനിയും ഒരു നിറദീപനാളം തെളിച്ചിടാം. മാതാപിതാക്കളെ, കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മാജിക് സ്ക്വയർ ഡാൻസ് ആണ്. ചതുഷ്ക്രിയകളുടെ ഊഹിച്ചും ഗുണിച്ചും ഹരിച്ചും സംഖ്യാബന്ധങ്ങൾ കണ്ടെത്തിയും മനക്കണക്കിലൂടെയുമാണ് ഞങ്ങൾ ഈ മാജിക് സ്ക്വയർ ഡാൻസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് മാജിക് സ്ക്വയർ? ചതുരത്തിലെ സംഖ്യകൾ നിരയായി കൂട്ടിയാലും വരിയായി കൂട്ടിയാലും കോണോടുകോൺ കൂട്ടിയാലും ഒരേ സംഖ്യാതുകയെ വരുന്നുവെന്നതാണ് മാജിക് സ്ക്വയറിന്റെ പ്രത്യേകത. ഏറ്റവും ചെറിയ മാജിക് സ്ക്വയറിന് 9 കളങ്ങളാണ് ഉള്ളത്. കാണികളായ നിങ്ങൾ 15നും 30നും ഇടയിലുള്ള 3ന്റെ ഗുണിതമായൊരു സംഖ്യ പറഞ്ഞാൽ ചില നൃത്ത ചുവടുകൾക്ക് ശേഷം ആ സംഖ്യാതുകയെ വരുന്ന ഒരു മാജിക് സ്ക്വയർ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാക്കും. 15നും 30നും ഇടയിൽ വരാൻ കാരണം അതിനുള്ള പ്ലക്കാർഡുകൾ മാത്രമേ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഏവർക്കും ഞങ്ങളുടെ മാജിക് സ്ക്വയർ ഡാൻസിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കാണികളെ, നിങ്ങൾ 15നും 30നും ഇടയിലുള്ള 3ന്റെ ഗുണിതമായൊരു സംഖ്യ പറയൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിരയായി കൂട്ടിയാലും വരിയായി കൂട്ടിയാലും കോണോട് കോൺ കൂട്ടിയാലും 15 എന്ന തുക വരുന്ന മാജിക് സ്ക്വയർ ഉണ്ടാക്കൂ. നമ്മുടെ കൂട്ടുകാർ മാജിക് സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞു. അവയൊക്കെ നമുക്ക് നോക്കിയാലോ? ആദ്യത്തെ വരി ഉയർത്തു. 6, 7, 2. ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഉത്തരം 15 ആണ്. അടുത്ത വരി ഉയർത്തു. 1, 5, 9. ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഉത്തരം 15 ആണ്. അടുത്ത വരി ഉയർത്തു. 8, 3, 4. ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഉത്തരം 15 ആണ്. ഇനി നമുക്ക് നിരയായി നോക്കാം. ആദ്യത്തെ നിര ഉയർത്തു. 6, 1, 8. ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഉത്തരം 15 ആണ്. അടുത്ത നിര ഉയർത്തു. 7, 5, 3. ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും 15 ആണ്. അടുത്ത നിര ഉയർത്തു. 2, 9, 4. ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഉത്തരം 15 ആണ്. ഇനി കോണോട് കോൺ നോക്കിയാലോ? ആദ്യത്തെ കോണോട് കോൺ നോക്കാം. 6, 5, 4. ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഉത്തരം 15 ആണ്. അടുത്ത കോണോട് എനിക്ക് 1 മുറി ദോശയും മാത്രമേ അമ്മ എനിക്ക് തന്നോളൂ. അല്ല
പറയുന്നത്? നീ എങ്ങനെയാണ് കുട്ടികൾക്ക് ദോഷം ഓർത്തു കൊടുത്തത്? ഞാൻ കാണിച്ചു ഇതൊരു ദോശയാണെന്ന് സങ്കല്പിക്കൂ. ഇതിനെ ഞാൻ 2 തുല്യ ഭാഗങ്ങളാക്കി. അപ്പോൾ ഇത് ഞാൻ മോൾക്ക് കൊടുത്തു. പിന്നെ ഉള്ളത് ഞാൻ 2 കഷ്ണങ്ങളാക്കി. അത് ഞാൻ മോന് കൊടുത്തു. അറിയിക്കട്ടെ. അറിഞ്ഞിട്ടെ. ഇത് രണ്ടും തുല്യമല്ലേ? ഒരു വൃത്തത്തെ 2 തുല്യഭാഗങ്ങളാക്കിയാൽ അത് അര. ആ അരയെ വീണ്ടും 2 തുല്യഭാഗങ്ങളാക്കിയാൽ അത് 4 4 4 ചേരുമ്പോൾ അരയ്ക്ക് തുല്യമാണ്.